കുറച്ചധികം നാൾക്ക് ശേഷം കോയലിനെ പുറത്തയക്കാൻ പോവാണ്. ലാസ്റ്റ് നമ്മൾ ഇറക്കിയത് കുത്തിവെക്കാനല്ലേ, കുത്തിവെക്കാനൊന്നും പറ്റൂല, ഭയങ്കര സീനായിരുന്നു. അപ്പോഴും സീനൊരു കുറവില്ല. എടാ ശ്രദ്ധിച്ചോണ്ടോ, സ്ലിപ്പാവും. നമസ്കാരം, വണ്ടർ വേൾഡ് ഓഫ് പെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കോയലിനെ കുറേ നാളുകൾക്ക് ശേഷം പുറത്തേക്ക് ഇറക്കുകയാണ്. അപ്പോൾ കുറേ പേര് കമൻസിൽ ചോദിക്കാറുണ്ട്, കോയലിനെ അന്വേഷിക്കാറുണ്ട്, അതുപോലെ തന്നെ ഞങ്ങളുടെ തുമ്പി കാങ്ക്രേജിനെ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ അവരുടെ വീഡിയോസ് എടുത്തിടാൻ വേണ്ടി നോക്കാം. അപ്പോൾ കോയൽ ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് ജാനുവരിയിൽ 2023 ജാനുവരിയിലാ മറ്റാണ് അവളെ കൊണ്ടുവരുന്നത് ഇങ്ങോട്ട്. ഇപ്പം ഏകദേശം ഒരു വർഷത്തിലധികമായി കോയൽ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട്. ഒരു തവണ കുത്തിവയ്ക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ആള് ഇത്തിരി ടെററാണ്. അപ്പോൾ നമുക്കിനി ട്രെവിസ് ഒന്നും പണിയാണ്ട് ഇവളെ കുത്തിവയ്ക്കൽ നടക്കും തോന്നുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു ഹീറ്റ് വന്നു പോയി, കുത്തിവയ്ക്കാൻ പറ്റിയില്ല. അപ്പം ഇനി അടുത്ത ഹീറ്റ് ആകുമ്പോഴത്തേക്ക് ഒരു ട്രെവിസ് പണിത് എന്തായാലും കുത്തിവെച്ചേ പറ്റുള്ളൂ. കാരണം ആൾ നല്ല സൈസ് വെച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല കുറുമ്പുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ ഫസ്റ്റ് ഹീറ്റ് വന്നപ്പോൾ ഞാൻ കുത്തിവയ്ക്കാൻ നോക്കിയപ്പോൾ നല്ലോണം ചാടി തൊഴിക്കുകയുണ്ടായത്. അപ്പോൾ നമ്മൾ പിന്നെ വിട്ടു. മൊത്തത്തിൽ കൂട് പൊളിക്കുന്നതായപ്പോൾ ഞങ്ങൾ പിന്നെ വേണ്ടാന്ന് വെച്ചു. ഇനിയിപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു ട്രെവിസ് പണിതിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ആൾ അത്യാവശ്യം നല്ലതായിട്ട് ബോഡി വെച്ചിട്ടുണ്ട്. നമ്മുടെ ABS NDDB ഹേഫേഴ്സ് ഉണ്ടല്ലോ, കിടാരികൾ, അവരെ കൂട്ടത്തിലാണ് ഇവളെയും കെട്ടുന്നത്. അവർ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് ഇവളും കഴിക്കുന്നത്. മുമ്പൊക്കെ കോയൽ എൻ്റെ അടുത്തും അല്ലിയുടെ അടുത്തൊക്കെ നല്ല കമ്പനിയായിരുന്നു കേട്ടോ. ഞങ്ങൾ വിളിക്കുമ്പോഴൊക്കെ വരികയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പം സൈസ് വെച്ചതോടെ ഞങ്ങൾ വല്ല മൈൻഡൊന്നും ഇല്ലാണ്ടായി. ഇടിക്കാനൊന്നും വരില്ല, പക്ഷെ വിളിക്കുമ്പോൾ അങ്ങനെ വരികയൊന്നുമില്ല. ആളുടെ പാട് നോക്കി പോകും. നമ്മുടെ ഫാമിൽ എരുമകൾ അങ്ങനെ വളർത്തുന്നത് കുറവാണ്. വർഷങ്ങൾക്ക് മുമ്പൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറേ കാലമായിട്ട് നമ്മൾ എരുമയും പോത്തിനൊന്നും വളർത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോയലിനെ മേടിക്കുന്നത്. ഏതൊക്കെ ഏജിൽ എത്ര സൈസ്, എത്ര ഭക്ഷണം കഴിച്ച് എത്ര സൈസ് ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് ഇവളെ മേടിക്കാനുള്ള കാരണം. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും നന്നായിട്ട് അവൾ സൈസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പോത്തിനെയും എരുമേനെയൊക്കെ വളർത്തുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോയലിനെ പറ്റിയിട്ട് അഭിപ്രായം പറയണം. ഇവള് ബോഡി നോർമലാണോ അതോ ഫാറ്റി ആണോ, അല്ലെങ്കിൽ പ്രായത്തിനേക്കാളും സൈസ് കുറവാണോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അപ്പോൾ ഞങ്ങൾക്കും കൂടെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ അവളുടെ പല്ലിൻ്റെ എണ്ണമൊക്കെ ഞങ്ങൾ വീഡിയോയിൽ ലാസ്റ്റ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പല്ലൊക്കെ നോക്കി പ്രായം പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കോയലിൻ്റെ പ്രായം ഏകദേശം ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞട്ടെ. അപ്പോൾ ഇനി കറക്റ്റായിട്ടുള്ള പ്രായം ഞങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. എന്തായാലും നിങ്ങൾ ഗസ് ചെയ്യും. ഞങ്ങൾ പല്ലിൻ്റെ വീഡിയോ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. പോത്തുകളെയും അതുപോലെ തന്നെ എരുമകളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി മുകളിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക.